ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടാലോ? നമുക്കിന്നൊരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു പർപ്പിൾ കളറ് സൽവാർ സെറ്റാണ്. നല്ലൊരു സൽവാറാണ്. ഇതിൻ്റെ വി നെക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പക്ഷേ കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് നല്ല ടൈറ്റായിരുന്നു എനിക്കപ്പോൾ ഞാനിതിനൊന്ന് കുറച്ച് ലൂസാക്കിയതാണ്. ലൂസാക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസായിപ്പോയി. എന്നാലും സാരമില്ല, പക്ഷേ കൊള്ളാം. നല്ല നല്ല സൽവാർ സെറ്റാണ്. നല്ലൊരു കംഫർട്ടബിളാണ്. ഇതിനൊരു ദുപ്പട്ടയുണ്ട്. അത് നല്ല ഭംഗിയാണ്. നല്ല വർക്കൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇന്നത്തെയും പോലെ ഇനി ഫേസ് മേക്കപ്പിൽ കൊണ്ടു കിടക്കാം. ഫേസ് മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ മേക്കപ്പൊന്നുമില്ല, ചെറിയൊരു ഫ്രഷ് ലുക്ക് അത്ര തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീം കുറച്ച് പ്രോഡക്റ്റ് മാത്രം മതി, കാരണം മഴയാണ്, ഇതൊരു ഈവനിങ് ഫംഗ്ഷനാണ്. സോ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്ത് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ കാജലാണ് ഞാൻ ഈ കണ്ണിൻ്റെ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറേ നാളുകൊണ്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് നല്ല നല്ല രസമാണ്. നല്ല തണുപ്പാണ് കണ്ണിൽ വരയ്ക്കുന്ന സമയത്ത്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ്, നല്ല രസമാണ് അത്. അങ്ങനെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും കുഞ്ഞിലെ മുതലേ ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഐസിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു പ്രോഡക്റ്റ് അങ്ങനെ മാറ്റി യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരുപാട് നാൾ മുതലേ യൂസ് ചെയ്യുന്ന ഐലൈനറാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ മാമാഅർത്തിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ നല്ല റെയിനി ആയിട്ടുള്ള സമയത്ത് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ നനയും എന്ന് ഉറപ്പുള്ളപ്പോൾ, അല്ലെങ്കിൽ പൂളിലൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമിൽ വാട്ടർ പ്രൂഫ് വേണം എന്നുള്ള ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനറെല്ലാം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മസ്കാര കണ്ണിലിടുന്നുണ്ട്. മസ്കാര കുറച്ചേ ഞാൻ യൂസ് ചെയ്യുള്ളൂ, ഒരുപാട് മസ്കാര യൂസ് ചെയ്യാറില്ല. മസ്കാര കുറച്ചൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. മസ്കാര ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കൺപീൽ തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. എനിക്കത് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇനി ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യാൻ പോവാണ്. ലിപ്സ് ലൈൻ ചെയ്യാനായിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഒരു ഒരു ഓറഞ്ച് കൈൻഡ്, ഒരു എന്താ പറയുക, ഒരു ബ്രിക്സിൻ്റെയൊക്കെ ഒരു കളറിൽ വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഒരു ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡാണ്. ബ്രൗൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഓറഞ്ച് കലർന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള രാമചന്ദ്രയിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങിയതാണ്. കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, ആദ്യമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. പക്ഷേ കൊള്ളാം, നല്ല നല്ല ഷെയ്ഡാണ്. ഇതിപ്പോൾ ഞാൻ ലിപ്പിനകത്തും ചെറുതായിട്ട് അതൊന്ന് ഫില്ല് ചെയ്യും. അപ്പോഴത്തേക്കും നല്ലതാണ്. കുറച്ച് നല്ല ഒരു ഫേസിനെ ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫെയർ സ്കിൻ ടോണിന് നല്ല ബ്രൈറ്റ് ആവും, ഫേസ് നല്ല ബ്രൈറ്റ് ആവുന്ന പോലെ തോന്നും. ഡസ്കി സ്കിൻ ടോണിന് നല്ല മാച്ചിങ് ആയി പോകുന്ന ഒരു കളർ തന്നെയാണിത്. പിന്നെ ഞാനിനി അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ലിപ് ബാമൊക്കെ ഇട്ട് കുളമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചൂടാണ്, ഞാൻ ഒന്ന് പോയി ഫാനൊക്കെ ഇടുന്നുണ്ട്. ഭയങ്കര ചൂടായിരുന്നു, നല്ല ചൂടുള്ള സമയം. പക്ഷേ നല്ല പുറത്ത് മഴ പെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും അകത്ത് നല്ല ചൂടാണ്. ഇനി ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു. എന്നിട്ട് അത് ഞാൻ കൈ കൊണ്ട് ഒരു ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്യാണ്. ഫിംഗർ ടിപ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടവലെടുത്ത് തുടച്ച് കളഞ്ഞെന്നും വരും. കുറച്ച് മാത്രമേ ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഒരുപാട് ചുണ്ടിലുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് എന്ന് തോന്നുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഓവറായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാതെ. കാരണം ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണല്ലോ ഇങ്ങനെ മേക്കപ്പാണ് എന്ന് തോന്നുന്നത്. നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു
ഒരു ഇങ്ങനെ എടുത്ത് നിൽക്കും മുഖം. അതുകൊണ്ട് അതിനിടെ ഞാൻ പൊട്ടിടാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ പോയി പൊട്ടൊക്കെ ഇട്ട് പൊട്ടിടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഹെയർ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാണ്. ഞാൻ ഹെയറിൽ ഒരുപാട് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് പണ്ട്. ഞാൻ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, ബോട്ടോക്സ്, അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. എൻ്റെ കേളി ഹെയർ ഞാനിങ്ങനെ പണ്ട് മുതലേ എനിക്ക് കേളി ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ട് ഞാനിങ്ങനെ ഹെയർ ഒന്ന് കുറച്ചൊന്ന് വേവി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് ഈ ഒരു ഹെയർ സ്ട്രൈറ്റിങ് ബ്രഷ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രൈറ്റ് ആവില്ല, അത് ചെറുതായിട്ടൊന്ന് ഒന്ന് വേവി ആയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് കണ്ണാടിയൊക്കെ നോക്കി സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ ഓർമ്മിച്ചത് ഇങ്ങനെ ഇയറിങ്സ് ഇടാൻ മറന്നുപോയി. ഇയറിങ്സ് ഇടാൻ മറന്നു പോയിട്ട് പിന്നെ ഞാൻ പോയി ഇയറിങ്സൊക്കെ ഇട്ടു. എൻ്റെ അങ്ങനെ അധികം ഇയറിങ്സ് ഒന്നുമില്ല. ഞാൻ ഗോൾഡ് ഇയറിങ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് 2-3 ഇയറിങ്സ് ഉണ്ട്. അതിൽ ഇതിനിപ്പോൾ ഏതാണ് മാച്ചിങ് എന്ന് നോക്കി കുറച്ച് നേരം കണ്ടുപിടിക്കാൻ എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ഇയറിങ്സ് സെലക്ട് ചെയ്തു. കാരണം ഇത് സിൽവറാണ് ഡ്രസ്സിലുള്ള വർക്ക്. അപ്പോൾ അതുകൊണ്ട് സിൽവർ ജ്വല്ലറിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടു. അപ്പോൾ ഇനി കല്യാണത്തിന് പോയി സെറ്റായിട്ട് ഇനി കല്യാണത്തിനൊക്കെ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.